എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റിജേഴ്സ്. നമുക്ക് രണ്ട് ഇൻറ്റിജേഴ്സ് വന്നു, രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെന്ന് വിചാരിച്ചു. 3 × 5. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക? 3 × 5 = 15 അല്ലേ? ഇനി നമുക്ക് ഇങ്ങനെയാണ് തരുന്നതെന്ന് വിചാരിച്ചോ, 3 × -5. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒരു നമ്പർ പോസിറ്റീവാണ്, ഒരു നമ്പർ നെഗറ്റീവാണ് അല്ലേ? നമുക്കൊരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ A × -B എന്ന് തന്നു, A × B ചെയ്യുക, എന്നിട്ട് അതിനൊരു മൈനസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ 3 × -5 എന്നാകുമ്പോൾ 3 × 5 ചെയ്യുക. അപ്പോൾ എന്ത് വരും? 15 എന്ന് വരും അല്ലേ? 15 എന്ന് വരും. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും, ഒരു പോസിറ്റീവ് ഇൻറ്റിജറും ഒരു നെഗറ്റീവ് ഇൻറ്റിജറും മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഹോൾ നമ്പേഴ്സ് എങ്ങനെയാണോ മൾട്ടിപ്ലൈ ചെയ്യുക അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഒരു നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4 × -8. അപ്പോൾ എന്താ ആൻസർ വരിക? -32. ഓക്കെ, ഇനി അതേപോലെ 6 × -19. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 6 × 19 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 114 എന്ന് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. കാരണം എന്താണ്? നമ്മളൊരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടും നെഗറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിലോ, അതായത് നമുക്കിങ്ങനെ -3 × -5 എന്ന് വന്നു. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ നോർമലി 3 × 5 എങ്ങനെയാണോ ചെയ്യുക അതേപോലെ തന്നെ ചെയ്യുക. 3 × 5 15. ഓക്കെ, രണ്ട് നമ്പേഴ്സും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസറിൻ്റെ സൈനും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ -7 × -22. അപ്പോൾ ആൻസർ എന്താ വരിക? നമ്മൾ 7 × 22 ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? 154. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിവിഷൻ നോക്കാം. ഡിവിഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നമുക്ക് 12/6, 12/6 എങ്ങനെയാണ് ചെയ്യുക? എന്താ ആൻസർ കിട്ടുക? 2 അല്ലേ? എന്നാൽ 12 ഡിവൈഡഡ് ബൈ -6 ആണെന്നുണ്ടെങ്കിലോ, 12 ഡിവൈഡഡ് ബൈ -6 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ നേരത്തെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തില്ലേ, ഒരു നെഗറ്റീവ് ഇൻറ്റിജറും ഒരു പോസിറ്റീവ് ഇൻറ്റിജറും വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കും അല്ലേ? അതേപോലെ ഇവിടെ ഡിവിഷൻ്റെ കേസിൽ ഒരു പോസിറ്റീവ് ഇൻറ്റിജറും ഒരു നെഗറ്റീവ് ഇൻറ്റിജറും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നോർമലി ഇപ്പോൾ ഇവിടെ 12/-6, അപ്പോൾ എന്ത് ചെയ്യുക? 12/6 ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. എന്നിട്ടൊരു മൈനസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി -12 ഡിവൈഡഡ് ബൈ -6 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നോർമലി 12/6 ചെയ്യുക. 2 സൈൻ എന്താണ്? പോസിറ്റീവ് തന്നെയായിരിക്കും, കാരണം രണ്ടും നെഗറ്റീവ് ഇൻറ്റിജേഴ്സാണ്. അപ്പോൾ രണ്ട് നമ്പേഴ്സ്, ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും രണ്ടും നെഗറ്റീവ് ഇൻറ്റിജർ ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ആൻസർ പോസിറ്റീവ് ആയിരിക്കും വരിക. ഓക്കെ, ഡിവിഷൻ്റെ കേസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് വരിക.